ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഗസ്റ്റ് മാസ ഫലമാണ്. 2026 ആഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരു മാസം. അത് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ വളരെ ജാഗ്രതയും ശ്രദ്ധയും വേണം. എന്നാൽ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും ഭാഗ്യാവസ്ഥകളും വന്നു ചേരുവാനുള്ള നല്ല അവസരം കൂടിയാണ്. അതായത് ഇടവം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ, അതായത് 9-ാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ശനി ഭാഗ്യാധിപനാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർ. അത് 11-ാമിടത്ത് ഉപജയസ്ഥാനത്താണ് നിൽക്കുന്നത്. എല്ലാവർക്കും, എല്ലാ നക്ഷത്രക്കാർക്കും ശനി ദോഷകാരിയല്ല. അത് ചില നേട്ടങ്ങളൊക്കെ തരികയും ചെയ്യും. അങ്ങനെയുള്ള ഭാഗ്യാധിപന്റെ ദൃഷ്ടി രാശിയിലേക്കുള്ള സമയമാണ്. അപ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗ്രഹമാണ് ബുധന്റെ സ്ഥിതിയും ഉത്തമമാണ്. രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനമായ 5-ാമിടത്ത് നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെ അധികം ഭാഗ്യാവസ്ഥകൾ ഈ ഇടവം രാശിക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഈ ആഗസ്റ്റ് മാസം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അതായത് രാശിയിൽ തന്നെ അവിടെ രക്തകാരകൻ കൂടിയായിരിക്കുന്ന ചൊവ്വ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ അത് നിവൃത്തി സ്ഥാനത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണ്. അപ്രതീക്ഷിത ധന ആഗമന യോഗമുണ്ടാകും. എന്നിരുന്നാലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഒരു അല്പം സാഹസികത കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ ധൈര്യവും വീര്യവും വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ. അത് ചില കാര്യങ്ങൾക്കൊക്കെ നല്ലതുമാണ്. ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളെ സംബന്ധിക്കുന്നിടത്തോളം ചില ധൈര്യവും വീര്യവും ഒക്കെ ഇല്ല എങ്കിൽ ഒക്കുകയില്ലല്ലോ. എപ്പോഴും അനുനയം കൊണ്ട് തന്നെ കാര്യമാകുകയും ധൈര്യത്തോടും വീര്യത്തോടും കൂടി പ്രവർത്തിച്ച് മുന്നേറുവാൻ സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ ഒരു മാസമാണ്. കുടുംബജീവിതം നയിക്കുവാൻ, സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ, മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ, ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കുവാൻ, പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാൻ, ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനൊക്കെ നല്ല ഭാഗ്യമുള്ള, യോഗമുള്ള, ദൈവാധീനമുള്ള സമയമാണ് ഈ ദമ്പതികളായിട്ടുള്ളവർക്ക്. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുകയോ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അത് ശുക്രന്റെ സ്ഥിതി അനുസരിച്ച് അങ്ങനെയാണ്. എന്നാൽ കലാകാരന്മാരായിരിക്കുന്നതിലോ സാഹിത്യകാരന്മാർക്ക്, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത് അനവധിയാണ് ഈ രംഗവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അവർക്കൊക്കെ നല്ല പുരോഗതികൾ വന്നു ചേരും. സീരിയൽ രംഗമായാലും, സാഹിത്യ രചനയായാലും, ചിത്രരചനയായാലും, കവിതാരചനയായാലും, പാട്ടുകാരായാലും, ഇൻസ്ട്രുമെന്റേഷൻ ഉപയോഗിക്കുന്നവരായാലും ഒക്കെ നല്ല അഭിവൃദ്ധികൾ വന്നു ചേരും. ഏത് രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും ഒരു പുരോഗതി ഉണ്ടാകുകയും അപ്രതീക്ഷിത ധനാഗമന യോഗവും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. അത് കലാരംഗവുമായി പഠിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ, നല്ല ഗുരുക്കന്മാരെ കിട്ടുകയും നല്ല കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്ന ഒരു സന്ദർഭമാണ്. അധിക കടങ്ങളൊന്നും ബാധകമല്ല. ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളും കിട്ടാവുന്നതാണ്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട്. വിദേശത്ത് പോകുന്നവർക്കും വിദേശത്ത് ആയിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന ഒരു മാസം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്തുമാകട്ടെ, നേരിട്ട് ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അതുപോലെ തന്നെ നേരിട്ട് നമുക്ക് സംസാരിക്കാം. അത് നേരിട്ട് വരികയുമാകാം. ഈ ചാനലിൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.